എനിക്ക് വേണ്ട. ചേട്ടൻ എടുത്തോ. എനിക്ക് ആ തെങ്ങും തോപ്പിന്റെ പകുതിയില്ലേ അതെനിക്ക് വേണം. ഇതെന്തായാലും എനിക്ക് വേണ്ട. നീ ഇത് എടുത്തോടി. ഭാവിയിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ചേട്ടൻ എടുത്തോ. കിട്ടത്തില്ല. ചേട്ടൻ എടുത്തോ. വെള്ളമല്ലേ ചേട്ടന് നീന്തി കുളിക്കാം. എടുത്തോ. എനിക്ക് ആ തെങ്ങും തോപ്പ് മാത്രം മതി. ഞാൻ സമ്മതിക്കില്ല. എന്തായാലും തെങ്ങുംതോപ്പിന്റെ കഥയൊന്നും നീ എന്നോട് പറയണ്ട. അതിനകത്ത് കൊല പോയിട്ട് ഒരു കരിക്ക് പോലും നിനക്ക് ഞാൻ തരത്തില്ല. പിന്നെ ചേട്ടന്റെ കൊല വെട്ടാനല്ലേ ഞാൻ അമേരിക്കൻ ഉടമ്പരം തന്നെ. നീ നേഴ്സായത് എങ്ങനെയാണെന്ന് മറക്കരുത്. ഞാനേ എല്ലു മുറിയെ പണിയെടുത്തിട്ടാണ് നിന്നെ പഠിപ്പിച്ചത്. നീ ഒരു അമേരിക്കക്കാരി. ചേട്ടന് എപ്പന്റെ സ്ഥാനമല്ലേ. അപ്പൊ ചേട്ടനെ തലമറന്ന് എണ്ണ കേൾക്കൂല. എവിടെ നിന്റെ കെട്ടിയാൻ വന്നില്ലേ ആ പെങ്കോന്തൻ? ചേട്ടന്റെ അവിടെ കാറിടാൻ വേണ്ടി പോയേക്കോ. ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ വരട്ടെ വരട്ടെ. ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് കുറച്ച്. അതെ, അങ്ങനെ ഒറ്റക്ക് എടുക്കണ്ടല്ലോ ഉള്ളതെല്ലാം കൂടി. ചേട്ടൻ ഇത് കണ്ടേ? ഈ വെള്ളമാണ് എനിക്ക് തരാൻ പോണത്. നോക്കത് അങ്ങോട്ടൊന്നും. ചേട്ടനൊരു മനസാക്ഷിയില്ലേ ചേട്ടാ? പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോയി നോക്ക്. അതെ, പകുതി ചേട്ടൻ എടുത്തോ ഇതിലിന്ന്. എനിക്കുള്ള സ്ഥലം അപ്പുറത്തെ തെങ്ങുംതോപ്പ്. അങ്ങനെ ഒരു പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് 3 ഇഞ്ച് വഴി വിട്ടിട്ട്. അതെ, ചേട്ടൻ വന്നല്ല. ചേട്ടൻ വന്നുണ്ട്. അല്ല, എനിക്ക് തെങ്ങുംതോപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ. അന്ന് നീയൊക്കെ അപ്പന് കള്ളു മേടിച്ചു കൊടുത്തിട്ട് എഴുതി മേടിച്ച കാലമൊന്നും എനിക്കറിയാം. നീ അങ്ങ് ആള് മാറിയല്ലോടാ പോയി. നീ ഇവിടെ കോഴിക്കട വട്ടം കരലും വിട്ട് നടന്നാണല്ലേ. ഇവള് അമേരിക്കയിൽ പോയി. ഇവള് നേഴ്സ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഇവള് നേഴ്സായ. ഇവള് പോയി നിന്നെ കൊണ്ടുപോയി. ചേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കണ്ടിട്ടാണ്. എനിക്ക് വളരെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. മിണ്ടുവഴി ഞാൻ മിണ്ടും. പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പഴയ കാര്യം അറിഞ്ഞിട്ടാണല്ലോ നീ എനിക്ക് തെങ്ങുംതോപ്പിന് ഇപ്പൊ തെങ്ങുംതോപ്പ് വേണം. ഒരു കരിക്ക് നിനക്ക് ഞാൻ തരുന്നത്. ഞാൻ പറയണ കേക്ക്. ആ തെങ്ങുംതോപ്പിന്റെ പകുതിയിലും മതി. ഈ നില ഈ കിടക്കുന്ന ഈ വെള്ളപ്പൊക്കത്തിൽ ഈ സ്ഥലം നമുക്ക് വേണ്ട. അത് ചേട്ടൻ പുഴുങ്ങി തിന്നോ. അപ്പച്ചനെ അന്ന് നീ തോപ്പിട്ട് നീ റബ്ബർ എസ്റ്റേറ്റ് എഴുതി മേടിച്ച്. അന്ന് ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തെങ്ങുംതോപ്പ് തന്നു. അന്ന് ഞാൻ മേടിച്ചെന്താ ഞാൻ കൊടുത്ത് കൊടുത്ത കാര്യമൊക്കെ എനിക്കറിയാം. കൂടുതൽ സംസാരിക്കണ്ടേ? നീ എന്താ തീരുമാനം എടുക്കുക മോളെ? എന്റെ ചേട്ടൻ തന്നെയാണോ എനിക്കറിയില്ല. നിനക്കൊരു കരിക്ക് തരത്തില്ല. അത് നമുക്ക് കാണാം. അത് കാണാം. നേരെ വഴിക്ക് പോവാൻ എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥലം. പറ്റിച്ചു മേടിച്ചേക്കണ സ്ഥലം. ആരാ പറ്റിച്ചു മേടിച്ചത്? നിന്റെ കെട്ടിയവൻ അമേരിക്കയിൽ കൂടുതൽ സംസാരം വേണ്ട. എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം കൂടുതൽ സംസാരം വേണ്ട. എന്റെ ഭാര്യയുടെ ആങ്ങളായി പോയി. അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അമേരിക്കക്ക് തിരിച്ചു കൊണ്ടേ കേട്ടാ. എന്താ വെച്ചാൽ തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഈ പരിപാടി നടക്കൂല. താൻ തന്റെ തെങ്ങുംതോപ്പം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എടാ മാത്യു, നീ അമേരിക്കയിൽ പോയി ജീവിച്ചോ. ഞാനേ ആ തെങ്ങുംതോപ്പം നോക്കി നടത്തി ഞാൻ എങ്ങനെയും ജീവിച്ചോളാം. എന്നെ ഉപദ്രവിക്കാൻ വരരുത്. അമ്മച്ചായിട്ട് നീ രജിസ്റ്റർ ഓഫീസിൽ വരുമല്ലോ. ഇപ്പൊ അപ്പച്ചനില്ല. അപ്പച്ചന് കള്ളു കൊടുത്ത് നീ ഒരു പരുവത്തിലാക്കി. ചേട്ടൻ എന്താന്ന് വെച്ചൊന്ന് തീരുമാനിക്ക്. ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല. പിന്നെ ചേട്ടൻ ഇതുമായിട്ട് ഇങ്ങനെ നടക്കും. ഞങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അറിയാവിടെ ഈ തേങ്ങയുടെ വില അറിഞ്ഞിട്ടല്ലയോ നീ ഇപ്പൊ അമേരിക്കയിൽ ഈ പെങ്കോത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അത് മേടിക്കാൻ ഒരു കരിക്ക് ഞാൻ നിനക്ക് തരത്തില്ല. നീ എവിടെ വേണേലും പൊക്കോ. എവിടെ വേണേലും പൊക്കോ. അത് ശരി. എന്നാ നമുക്ക് അങ്ങനെ തന്നെ കാണാം. നമുക്ക് പോവാം. നീ എവിടെയെങ്കിലും പോ. അതല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി കുടിക്കാനോ തേങ്ങ വറക്കാനോ അല്ല. നമുക്ക് അർഹതപ്പെട്ട സ്വത്ത് നമുക്ക് കിട്ടണം. അറിയാമോ? ഞാൻ ഇവിടെ കെട്ടിയിട്ട് ഇവക്കൊരു ജീവിതം ഉണ്ടായി. എല്ലാവരും പറയുന്നുണ്ട്, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ നേഴ്സായിട്ട് എന്നെ കൊണ്ടുവരുന്നില്ല. ശരിയാണ്. അതുകൊണ്ട് എനിക്കൊരു വോട്ട് അടിച്ചു. നേഴ്സുമാരെ കെട്ടിയതിൽ എത്ര പേര് അവിടെ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്. നിനക്കൊരു ജീവിതം കിട്ടിയെന്ന് പറ. ഇവിടെ കെട്ടിയോണ്ട് നിനക്കൊരു ജീവിതം കിട്ടി. അല്ലെ നീ ഇപ്പോഴും കോഴിക്കടയിൽ വട്ടം കരളും വിറ്റോട് നടക്കത്തേ ഉള്ളായിരുന്നു. ചേട്ടൻ എന്തിനാണ് ആവശ്യമില്ല എന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കറിയാം. അറിയാനായിട്ടാണ് കെട്ടിച്ചു കൊടുത്തത്. വല വീശി പിടിച്ചല്ലേ? അതെ. അന്ന് ഞാൻ പറഞ്ഞു നീ ഒന്നും മിണ്ടണം. നിനക്ക് ഒരു തേങ്ങായും തെങ്ങുംതോപ്പിന്റെ കാര്യത്തിൽ നീ വരണ്ട. ഒരു കരിക്ക് നിനക്ക് തരത്തില്ലേ? ചേച്ചി മോളെ നീ ഒരു കാര്യം തീരുമാനിക്കും. നീ എന്താ തീരുമാനിക്കും? നമുക്ക് പോവാം.
ഇത് അവിടെ എന്നെ കൊന്നിട്ടേ നീ തേങ്ങ കൊണ്ടു പോകത്തുള്ളൂ. ആ ഓ എന്തൊരു കൊതുക്, ഇത് എന്ത് പണ്ടാണ് കേസ് പോലെ. ചേട്ടാ നമുക്ക് പോവാം. ഇവിടെ എന്തെങ്കിലും അസുഖം ഇല്ലാത്ത അസുഖം പിടിക്കും. താഴെ ആ വെള്ളം പോയി കുടിക്കല്ലേ. ഓ തേങ്ങ പോയിട്ടൊരു വെള്ളയ്ക്ക പോലും നിനക്ക് ഞാൻ തരത്തില്ല എന്റെ നേഴ്സമ്മോ. അവൻ്റെ 5 വിരല് മോതിരം ഒരു മാലയും വൃത്തിയായിട്ട സ്റ്റൈലിൽ കൊണ്ട് നടക്കുന്ന കണ്ണായ സ്ഥലം. കുറച്ച് തെങ്ങ് വെച്ചാൽ മതിയായിരുന്നു. കോടികളാ കോടികൾ. ഒരു അമേരിക്കക്കാരത്തി വന്നിരിക്കും. തേങ്ങ പോയിട്ടൊരു വെള്ളയ്ക്ക പോലും നിനക്ക് ഞാൻ തരത്തില്ല എന്റെ നേഴ്സമ്മോ. അവൻ്റെ ഒരു അമേരിക്കക്കാരൻ സായിപ്പും മാതാമയും വന്നിരിക്കുന്നു തെങ്ങന്തോപ്പ് മേടിക്കാൻ.